ഈ അഴിമതിയിൽ 185 കോടി രൂപ ക്രമക്കേട് നടത്തിയ കമ്പനിയുമായി ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കാണെന്ന് പറയുമ്പോൾ. നമസ്കാരം. CMRL മാസപ്പടി കേസിൽ ഗുരുതരമായ ആരോപണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി പുത്രിയുടെ ജയിൽവാസം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നടന്നത് 185 കോടി രൂപയുടെ അഴിമതിയാണ് എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അതിലാണ് അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാകുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിന് മേൽ മറ്റ് അന്വേഷണം പാടില്ല എന്ന വാദവും നിലനിൽക്കില്ല എന്ന് കേന്ദ്രം പറയുന്നു. അഴിമതി രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ് എന്നും ദില്ലി ഹൈക്കോടതിയെ കേന്ദ്രവും ആദായ നികുതി വകുപ്പും അറിയിച്ചിട്ടുണ്ട്. നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. CMRLൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തം കൂടിയുള്ളതിനാൽ ഇത് പൊതു താൽപര്യ പരിധിയിൽ വരും. കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ല എന്ന വാദം നിലനിൽക്കില്ല എന്നും കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് CMRL നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണ് എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ചിലവുകൾ പെരുപ്പിച്ചു കാട്ടിയെന്നും ആരോപണമുണ്ട്. ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവാക്കിയെന്ന് കാട്ടിക്കൊണ്ടാണ് ബില്ലുണ്ടാക്കിയത് എന്നും ഇതിലൂടെ അഴിമതി പണം കണക്കിൽപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ദില്ലി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിലാണ് കേന്ദ്രം ഇക്കാര്യം പറയുന്നത്. നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങൾ SFIO ഉന്നയിച്ചിരുന്നു. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്നായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ SFIOയുടെ ആരോപണം. ഇതിൽ അന്വേഷണം തുടരുകയാണ് എന്നും അവർ അറിയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴി എടുത്തതാണ്. ചെന്നൈ ഓഫീസിലാണ് വീണ ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദാണ് അന്ന് മൊഴിയെടുത്തത്. വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് SFIO അന്വേഷണം നടത്തിയത്. അതേസമയം ഇതിൽ നടന്നിരിക്കുന്നത് ഏതാണ്ട് 5000 കോടി രൂപയുടെ അഴിമതിയാണ് എന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതിനകത്ത് നമ്മൾ ഉന്നയിച്ച ഏറ്റവും വലിയൊരു വിഷയം ഇതിന്റെ പൊതു പ്രസക്തിയായിരുന്നു. ഇതെങ്ങനെയാണ് ഒരു പബ്ലിക് ഇഷ്യൂ ആയി മാറുന്നത്? ഇത് പബ്ലിക്കിനെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല എന്നായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ്. അത് ഇന്ന് കേന്ദ്ര സർക്കാർ ക്ലാരിഫൈ ചെയ്തു. കാരണം KSIDC എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ സ്ഥാപനത്തിന് CMRL കമ്പനിയിൽ 13.4% ഷെയർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് പൊതു സ്വീകാര്യതയുള്ള കേസാണ്. മാത്രമല്ല ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ്. ഈ അഴിമതിയിൽ 185 കോടി രൂപ ക്രമക്കേട് നടത്തിയ കമ്പനിയുമായി ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കാണെന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രസക്തി ഒത്തിരി വലുതാണ്. കേരളത്തിന്റെ തീരത്തെ കരിമണൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കൂട്ടുനിന്നതിന്റെ പ്രതിഫലമാണ്. അതിനകത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സാലോജി കമ്പനിക്ക് സേവനം ചെയ്തതിന് കൊടുത്തതല്ല. ദിസ് എമൗണ്ട് വാസ് ഗിവൺ ടു ദ കമ്പനി to a prominent person related to the company, prominent politician related to the company. അപ്പം എക്സാലോജി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട prominent politician എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറ്റേ റിയാസ് മന്ത്രി. ഈ സംഭവം നടക്കുന്ന സമയത്ത് വീണയുടെ ഭർത്താവല്ല, അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. അല്ല, ഈ സമയത്ത് ഇതിൽ വേറൊരു വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയമുള്ളത് AKG സെന്ററാണ് ഇവരുടെ അഡ്രസ്സായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാർട്ടിക്ക് ഇത് കൈയൊഴിയാനായിട്ട് സാധിക്കില്ലല്ലോ. പാർട്ടിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ള ഒരു ഇമേജ് കൂടെ വരികയല്ലേ? അവര് താമസിച്ചിരുന്നതും അവര് അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നതിന് മുമ്പ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് താമസിച്ചിരുന്ന AKG സെന്റർ ഫ്ലാറ്റിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും AKG സെന്ററാണ് ഇതിന്റെ പ്രതി എന്ന് വേണം പറയാം നമുക്ക്. ടെക്നിക്കൽ ഈ ആദായ നികുതി വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണെന്ന് കാട്ടുന്നുണ്ട്. ഇത് വലിയ അഴിമതിയാണ്, രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര വലിയൊരു ഡെപ്താണ് 182 കോടിയൊന്നുമല്ല പക്ഷേ, ഇത് ഏറ്റവും കുറഞ്ഞ 50,000 കോടി രൂപയുടെ കരിമണൽ ഇവിടുന്ന് ലൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കണക്കിൽ വന്നതാണ് 182 കോടി രൂപ. ശരിക്കും നടന്നേക്കുന്ന ഇടപാടുകൾ 10,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇവര് പറയുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ചരക്ക് നീക്കത്തിനൊക്കെ ആയിട്ട് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി കോടികൾ തട്ടിച്ചു എന്നൊക്കെ പറയും. അത് 185-നുള്ള കാര്യങ്ങളാണ്. അത് അക്കൗണ്ടഡ് ആയിട്ടുള്ള തിരിമറിയാണ്. ഇത് അക്കൗണ്ടഡ് അല്ലാത്ത എന്തുമാത്രം തിരിമറി നടന്നിട്ടുണ്ട്. അത് ശരി. അതായത് ഒരു മെട്രിക് ടണ്ണ് ഇലുമിനേറ്റിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 14,000 മുതൽ 12,000 രൂപ വരെ വിലയുണ്ട്. 52 ലക്ഷം മെട്രിക് ടൺ അവിടെ നിന്ന് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പൈസ അവിടെ പോയി.
464 രൂപയാണ് സർക്കാരിലോട്ട് അടച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വീണ വിജയൻ അകത്ത് പോകുന്നൊരു നിലയാണ് കാണുന്നത്. ആരാണ് കുറ്റക്കാർ അവരകത്ത് പോകണം. ഇത് പല ആൾക്കാരും പറയുന്ന ഒരു വാദമുണ്ട്, അതായത് പ്രതിപക്ഷം പറയുന്ന ഒരു വാദമുണ്ട്, അതായത് ഇത് പാർട്ടി മുഴുവൻ അറിഞ്ഞിട്ടുള്ള ഒരു നീക്കമാണ് ഇതെന്നാണ്. അതായത് ഇത് പിണറായിയുടെ മകളും അല്ലെങ്കിൽ വേറെ ആരും മാത്രമല്ല, ഇത് ഹോൾ പാർട്ടിക്ക് ഇതിന്റെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു ആരോപണം. പിണറായിയുടെ മകളും മാത്രമല്ലല്ലോ, കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും എല്ലാം ഇതിനകത്തുണ്ടല്ലോ. കാശ് മേടിച്ചതിന്റെ ലിസ്റ്റ് പുറകോട്ട് വരുന്നല്ലേ ഉള്ളൂ. വെയിറ്റ്. ഓക്കെ സാർ, ഓക്കെ. പ്രതിപക്ഷം ഇതിനകത്ത് പ്രതിപക്ഷം ഇതിനകത്ത് കള്ളത്തരമാണ് പറയുന്നത്. അവർക്കിത് ഒരിക്കലും ഈ കേസ് തെളിയണമെന്നില്ല. കാരണം പിണറായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മുഴുവൻ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കളെ അടുത്തോട്ടാണ്. അവരതുകൊണ്ടാണല്ലോ ഈ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ കേസ് മുഖ്യമന്ത്രി അന്വേഷിക്കുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ കേസ് ഫയൽ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കെതിരെ കേസ് അന്വേഷിക്കാനോ? അപ്പൊ അവര് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?